ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണമാണ്. സോ ഞാൻ വിചാരിച്ചു ഒരു ഓണം വ്ളോഗ് ചെയ്യാം എന്ന്. ഓണം വ്ളോഗ് എന്ന് വെച്ചാൽ വലിയ പരിപാടികളൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ചെറുതായിട്ട് ഓണം ആഘോഷിക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മൈൻഡിൽ ഒരു അത്തപ്പൂക്കൾ ഇട്ടാലോ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. പൂക്കളൊക്കെ കുറവാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഒരുപാട് പൂക്കളൊന്നും ഇല്ല. അടുത്ത് പോയി പറിക്കാനാണെങ്കിൽ വലിയ സൗകര്യമൊന്നും ഇല്ല. അപ്പം ഉള്ളതും കൊണ്ടിട്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ള പൂക്കളും ചെടികളും ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഓണം ഒരു അത്തപ്പൂക്കൾ ഇടാമെന്ന് വിചാരിക്കുന്നു. സോ എന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഫുഡ് കഴിക്കണം. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ഇനി എന്തെങ്കിലും സദ്യ റെഡിയാകാൻ ഉച്ചയാകും. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ ഗൈസ്, രാവിലത്തെ പുട്ടും പഴവും കഴിച്ചിട്ട് മോർണിംഗ് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടാക്കുകയാണ്. ഒരു പുട്ടും 2 പഴവുമാണ് എടുത്തത്. ഉച്ചയ്ക്ക് നമുക്ക് സദ്യ കഴിക്കാനുള്ളതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിതമായ രീതിയിലാണ് കഴിച്ചത്. ഹായ് ഗായ്സ്, ഓണം സെലിബ്രേഷൻ ആണ്. ഹായ് ഗൈസ്, നമുക്കിപ്പോൾ പച്ചടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനാണ് പരീക്ഷണ വസ്തു. ഞാനെടുത്തെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നു. ഓക്കെ, നോക്കാം. സൂപ്പറാണ് ഗൈസ്, പച്ചടി സൂപ്പറാണ്. ഇനി എന്തൊക്കെയാണ്, ഇനി എന്തെങ്കിലും ഉണ്ടോ വെച്ച് കാണിക്കാൻ? ഈ പരിപ്പ് കറിയുണ്ട്, കാബേജ് തോരനുണ്ട്, രസമുണ്ട്. ഗൈസ്, നമ്മളിപ്പം പരിപ്പ്, ക്യാബേജ് തോരൻ, രസം, പിന്നെ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പപ്പടം കാച്ചണം, കുറച്ച് പരിപാടിയുണ്ട്. മെഴുക്കുവരട്ടി വെക്കാനുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇപ്പോൾ ക്യാബേജ് തോരൻ, പരിപ്പ്, പപ്പടം, പച്ചടി, ഇത്രയും വിഭവങ്ങൾ റെഡിയാണ്. ഇനി വിഭവങ്ങൾ റെഡിയാകാനായിട്ടുണ്ട്. സോറി ഗൈസ്, അത് മിക്സി ഓണാക്കിയതാണ്. എന്തായാലും അതൊക്കെ ഞാൻ ഇടാം. അപ്പോൾ കുറച്ച് പണി എനിക്കുണ്ട്. കാരണം കുറച്ച് തുണിയൊക്കെ വിരിച്ചിടാനുണ്ട്. ഓണാന്ന് പറഞ്ഞാൽ തുണി വിരിച്ചിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ആ തുണിയൊക്കെ വിരിച്ചിട്ട് വരാം. പിന്നെ ഇതായിരുന്നു എൻ്റെ രാവിലത്തെ ഔട്ട്ഫിറ്റ്. ഇതൊരു ബ്ലാക്ക് ചുരിദാറാണ്. എൻ്റെ ചുരിദാറായിട്ട് ഇത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് വൈബാക്കാനായിട്ടൊരു പാട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ പാട്ടാണ് ഇട്ടത്. ഏത് പാട്ടാ? അപ്പരേൽ ഇപ്പരേൽ, ആ പാട്ടാണ് ഞങ്ങൾ ഇട്ടത്. അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത്. അമ്മച്ചി നന്നായിട്ട് വൈബാക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഈ പാട്ടൊക്കെ കേട്ട് എഴുന്നേറ്റ് വന്നത്. അച്ചാച്ചയാണെങ്കിൽ പുറത്തിരുന്നിട്ട് ഫോണിലേക്ക് നോക്കണം. ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് പാട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല കോമഡി ആകുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഞങ്ങളുടെ പൂക്കളം എന്നുള്ളൊരു ലക്ഷ്യം നിവർത്തിയാക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ കയ്യിൽ വരയ്ക്കാനും എടുക്കാനും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വളരെ ദുഃഖത്തോടെ ഒരു പഴയതായതുകൊണ്ട് മാത്രം ആ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞങ്ങളൊരു ചെറിയ അത്തപ്പൂക്കൾ ഇടാമെന്ന് വെച്ചു. വളരെ ചെറിയ അത്തപ്പൂക്കളാണ് ഇടുന്നത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പൂവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉള്ള പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു പൂക്കളാണ് ഇടുന്നത്. നമ്മളാരും വലിയ കലാകാരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ ഇട്ട് വരുന്ന ഒരു പൂക്കളത്തിൻ്റെ സ്റ്റൈലുണ്ട്. അതാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തപ്പൂക്കളത്തിനുള്ള മാർക്കെല്ലാം ചെയ്തിട്ട് വരച്ചിട്ടേക്കാണ്. ഇനി നമുക്കതിലേക്ക് പൂവിടണം. സത്യം പറഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൂവൊന്നും ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ പൂവൊന്നും ഇല്ല. പക്ഷേ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലിത് ഈ പൂവൊക്കെ ഉണ്ട്. ഇതൊക്കെ പറിച്ചിടാം. അല്ലാതിപ്പോൾ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ അത്തപ്പൂക്കളെ ഇട്ടത്, ചെറിയ പൂക്കളിട്ടത്. കാരണം വലിയ പൂക്കളൊക്കെ ഇട്ടാൽ അതിൽ ഇടാനായിട്ടുള്ള പൂവില്ല. ഇനി പൂവൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഒരു ചെറിയ അത്തപ്പൂക്കൾ ഇടാമെന്ന് വിചാരിക്കുന്നു. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തൊരു കഷ്ടമാണ്. നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിരിക്കുകയാണ്. പൂക്കളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി പൂക്കളൊക്കെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ പറിക്കാത്ത പൂക്കളാണ്. പക്ഷേ ഓണം ആയതുകൊണ്ട് പൂക്കൾ ഇടുന്നതുകൊണ്ട് മാത്രം പറിക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ പൂക്കൾ കുറവാണെങ്കിലും ഇലച്ചെടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിട്ട് പൂക്കൾക്ക് പകരമായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് 10 മണിപ്പൂവ്, 4 മണിപ്പൂവൊക്കെയാണ്. പിന്നെ 5 മണിക്ക് താഴത്തെ ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് ചെമ്പരത്തിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് കളറിലെയും ചുമല കളറിലേക്കുള്ള ചെമ്പരത്തി
അടുത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും പൂക്കളിടുമ്പോഴത്തേക്കും ഒരു ഭംഗി വേണമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കളിട്ടും കുറയ്ക്കേണ്ട, ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പൂക്കളത്തിലേക്ക് നമുക്ക് പൂവൊക്കെ മുറിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്ക് പൂക്കളത്തിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് 4 ഹൗസായിട്ട് തിരിയുമായിരുന്നു, റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഹൗസ് തമ്മിൽ മത്സരമാണ്, കോമ്പറ്റീഷനാണ് ഓരോ പരിപാടിക്കും. അപ്പോൾ ഓണം സെലിബ്രേഷൻ വരുമ്പോഴത്തേക്കും മെയിനായിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പൂക്കള മത്സരമാണ്. അതിന് 10 പോയിൻ്റാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്കോർ ചെയ്യാൻ എല്ലാവരും നോക്കും. എന്നിട്ട് അപ്പുറത്തെ ഹൗസിൻ്റെയൊക്കെ പൂക്കൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയിട്ട് നമ്മുടെ ഹൗസിൽ നമ്മൾ സ്പൈനെയൊക്കെ വിടുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. ആ ഒരു മൊമെൻറ്റ്സൊക്കെ അപ്പം ആ ടൈമിൽ ഇങ്ങനെ ഓർത്തു പോകുമായിരുന്നു. ഗൈസ്, അപ്പം നമ്മുടെ ചെറിയ അത്തപ്പൂക്കൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. പൂക്കളത്ര വലിയ പൂക്കളൊന്നും അല്ലെങ്കിലും ലിമിറ്റഡ് ടൈമിനുള്ളിൽ ലിമിറ്റഡ് പൂക്കൾ വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പൂക്കളം ഒക്കെ ഇങ്ങനെ നല്ല പൂക്കളൊക്കെ നല്ല ബൾക്കായിട്ട് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറുതാണെങ്കിലും അതിനൊരു ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് സദ്യ കഴിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. ഞങ്ങൾ ഇലയിട്ടു, പായിട്ടിട്ട് വേണം ഇനി ഇല ഇടാനായിട്ട്. പായിട്ടിട്ട് ശേഷം ആദ്യം അച്ചാച്ചനെ അമ്മച്ചേനെ ഇരുത്തി പിന്നെ ഞാൻ ഇലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി കറികളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും നമുക്കിങ്ങനെ ഇലയ്ക്കകത്തൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പം ക്യാബേജ് തോരൻ, പച്ചടി, പപ്പടം, പരിപ്പ്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസേ ഉള്ളായിരുന്നു. പക്ഷേങ്കിലും സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് കഴിക്കുമ്പോൾ വേറെ തന്നെ അനുഭവമാണ്. അപ്പോൾ അമ്മച്ചി ഇതാണ്ട് ഇവിടെ കഴിച്ചിട്ട് എണീക്കാൻ പോലും പറ്റാണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എടുത്ത ഫോട്ടോസ് ഞങ്ങളുടെ എല്ലാ അച്ഛച്ചനും അമ്മച്ചയുടെ ഫോട്ടോസൊക്കെ ഞാനത് ഇവിടെ താഴെ കൊടുത്തേക്കാം കേട്ടോ. അവർ ഫോട്ടോസൊക്കെ ഇന്നലെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തല്ലോ, അപ്പം ഇന്ന് അവർക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് ഞാൻ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കൂടെ എന്നാൽ ഫോട്ടോ എടുത്തേക്കാതെ. നമ്മളിതുവരെ ഫാമിലി ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. ഇന്നലെയാണെങ്കിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തത് ഞാനും അഞ്ചും മാത്രമാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഫാമിലി ഒന്നും ഫോട്ടോസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് റെഡി ആയിട്ടുണ്ട്. കാട്ടിത്തരാം, 1 സെക്കൻഡ്. ഓക്കെ ഗായ്സ്, ദിസ് മൈ ഔട്ട്ഫിറ്റ്. ഇത് അമ്മച്ചിയുടെ ഒരു പഴയൊരു സെറ്റ് സാരിയാണ്. ഇതും ഒരു പഴയൊരു ബ്ലൗസാണ്. പെട്ടെന്ന് എടുത്ത് കൊടുത്തതാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ പായസവും റെഡിയാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വ്ളോഗുകൂടെ അവസാനിക്കുകയാണ്. ഓണം വ്ളോഗുകൂടെ അവസാനിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഓണം. ഒരുപാട് വലിയ പരിപാടീസ് ഒന്നുമില്ല. രാവിലെ നമ്മൾ പൂക്കളം ഇട്ടു, ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലേക്കൊന്ന് പോകുമായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഓണം ഈ വർഷത്തെ കഴിഞ്ഞ്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.